ഹലോ, എന്താണ് എല്ലാവരെയും വിശേഷം? സുഖല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ബാക്കി വന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു സ്നാക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കണോ ബാക്കി വന്ന സാധനങ്ങൾ കൊണ്ട് സ്നാക്കോ? അതെ. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ എന്തുണ്ടാക്കും എന്നൊരു മൈൻഡിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ തലേദിവസം മേടിച്ച 2 പൊറോട്ട ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഉച്ചക്ക് വെച്ചിട്ട് ബാക്കി കുറച്ച് ബീഫിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു, ബീഫ് ഗ്രേവി. അപ്പോൾ അത് രണ്ടും കൂടെ തട്ടിക്കൂട്ടി കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് ഞാൻ പ്ലാനാക്കി. കൊത്തു പൊറോട്ട എന്ന് ഞാനിട്ട പേരാണ്. ഇതിനി കൊത്തു പൊറോട്ട എന്ന് വിളിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളെ തട്ടുകടയിലും അതേപോലെ വേറെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കൊത്തു പൊറോട്ട ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണോ അറിയില്ല എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ എന്ന് അറിയില്ല എന്ന്. ടേസ്റ്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് എൻ്റെ വെർഷൻ ഓഫ് കൊത്തു പൊറോട്ടയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ കുറച്ച് ബീഫ് ആദ്യം നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ വാട്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് വാട്ടിയിട്ട് അതിലേക്ക് ഒരു 2 മുട്ട, ഞാനേ ഒരു 3 മുട്ട എടുത്ത്, ഇതിൽ 2 മുട്ട ആദ്യം എടുത്തപ്പോൾ എനിക്ക് മുട്ട കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു ബാക്കി വന്ന ബീഫിൻ്റെ ഗ്രേവി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ബാക്കി വന്ന ആ പൊറോട്ടയില്ലേ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുമ്പോൾ ആ പൊറോട്ടയുടെ ആ തണവൊക്കെ വിട്ട് നല്ല സോഫ്റ്റ് ആവും. പിന്നെ വേണമെങ്കിൽ കുറച്ച് മീറ്റ് മസാല ഇടാം. കാരണം ഞാൻ ബീഫ് ഗ്രേവിയിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാനത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കുറച്ച് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് സെറ്റാക്കാം. അപ്പോൾ കിഡിലും ടേസ്റ്റാണ്. ഒരു ചെറിയ ബൗളിൽ കുറച്ച് ഈ ഒരു കൊത്തു പൊറോട്ടയും ഒരു നല്ല മധുരമുള്ളൊരു കട്ടൻ ചായ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈവനിങ് സെറ്റ്. പിന്നെ കൊത്തു പൊറോട്ട സെറ്റാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ബായ്.